ഹല്ലേലൂയ. IPA പ്രയർ ലൈനിൽ ഷിക്കാഗോയിൽ നിന്നും മറ്റ് സ്ഥലങ്ങളിൽ നിന്നും വന്നിരിക്കുന്ന ദൈവമക്കൾക്കായി സ്തോത്രം. താങ്ക് യു ജീസസ്. നമ്മുടെ ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് ഒരു വേദഭാഗം വായിക്കാം. മത്തായി 10:16 വായിക്കാം. മത്തായി 10:16. കേൾക്കാം? എന്നെ കേൾക്കാം? ഹലോ, എന്നെ കേൾക്കാമല്ലോ? ഓക്കെ. ചെന്നായ്ക്കളുടെ നടുവിൽ ആണിനെ പോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു. ആകയാൽ പാമ്പിനെ പോലെ ബുദ്ധിയുള്ളവരും പ്രാവിനെ പോലെ കളങ്കമില്ലാത്തവരും ആയിരിക്കുകയും. ആകയാൽ പാമ്പിനെ പോലെ ബുദ്ധിയുള്ളവരും പ്രാവിനെ പോലെ കളങ്കമില്ലാത്തവരുമായിരിക്കുകയും. ഹല്ലേലൂയ. ടുഡേയ്സ് മെസ്സേജ് ടൈറ്റിൽ കളങ്കമില്ലാത്തവരായിരിക്കുകയും. ബി ബ്ലെയിംലെസ്. കളങ്കമില്ലാത്തവരായിരിക്കും. ഹല്ലേലൂയ. നമുക്ക് പ്രാർത്ഥിക്കാം. വാഴ്ത്തപ്പെട്ടവനായ സ്വർഗ്ഗപിതാവേ, ഇന്ന് രാത്രികാലം IPA പ്രയർ ലൈനിൽ അതുപോലെ ദൈവം ഞങ്ങളായിരിക്കാൻ ഞങ്ങളെ സഹായിച്ചതിനായി സ്തോത്രം. ഹല്ലേലൂയ. പല ദൈവമക്കൾക്കും ശാരീരികമായ ക്ഷീണങ്ങളും ഒക്കെ ഉണ്ട്. എങ്കിലും അതിൻ്റെ സന്നിധി എത്ര സന്തോഷം, സമാധാനപ്രദം, ആശ്വാസം എന്നുള്ളത് കർത്താവ് കഴിഞ്ഞ കാലങ്ങളിൽ ഞങ്ങൾ അനുഭവിച്ചറിഞ്ഞവരാണ്. ഹല്ലേലൂയ. അത് ഞങ്ങളെല്ലായ്പ്പോഴും ദിനംതോറും ഞങ്ങളത് ആഗ്രഹിച്ചുകൊണ്ട് ദൈവം ജീവിപ്പാൻ ഞങ്ങളെ ഇടയാക്കാൻ പ്രാർത്ഥിക്കുന്നു. അതിന് മുമ്പായി പ്രാർത്ഥിച്ച ദൈവമക്കൾക്കായി സ്തോത്രം. താങ്ക് യു ജീസസ്. പല കാരണങ്ങളാൽ വരാൻ കഴിയാതിരുന്നവർ ആയിരിക്കുന്ന ദൈവമക്കളുണ്ട്. അവരെ എല്ലാവർക്കും പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. വിശേഷാൽ കർത്താവ് ബിലിഗ്രാമിൻ്റെ മകൻ ഫ്രാങ്ക്ലിൻ ഗ്രഹാം ഇന്ന് ആഹ്വാനം ചെയ്തതുപോലെ ഈ രാജ്യത്തിൻ്റെ അവസ്ഥ വളരെ ശോചനീയമായി പോയിക്കൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. അന്യജാതിക്കാർ ഇതിനെ കീഴടക്കി ഇതിനെ നാശോന്മുഖമാക്കുന്ന രീതിയിലോട്ട് വരുന്നു. അതിന് ദൈവം രാജ്യത്തിനുവേണ്ടി പ്രാർത്ഥിക്കുവാൻ ജനങ്ങളോട് അത് ആഹ്വാനം ചെയ്തു. റിപ്പൻറ്റൻസ്. ഹല്ലേലൂയ. അതെ, അനുതാപത്തോടുകൂടി ദൈവസന്നിധിയിൽ കടന്നു വന്ന് പ്രാർത്ഥിപ്പാൻ ആഹ്വാനം ചെയ്തിരുന്നു. അതിൽ പല ദൈവമക്കൾ ഈ അമേരിക്കയിലുള്ളവർ പ്രാർത്ഥിച്ചു. ഇന്ന് ഉച്ചയ്ക്ക് 12 മണിക്ക്. അത് അനുഗ്രഹകരമായി തീരട്ടെ. ഈ രാജ്യത്തെ നശിപ്പിക്കുവാൻ, കർത്താവെ കീഴടക്കുവാൻ അന്യജാതിക്കാർ ശ്രമിക്കുന്നു. നീ നീ സമ്മതിക്കരുതെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. താങ്ക് യു ജീസസ്. പ്രസിഡന്റ് ട്രംപിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഇതിന് ശാരീരികമായ എല്ലാ പ്രയാസങ്ങളും മാറ്റി ആരോഗ്യത്തോടുകൂടി കർത്താവെ സ്തോത്രം, നിന്റെ വചനത്തിൽ നിന്നുകൊണ്ട് ഈ രാജ്യത്തെ ഭരിപ്പാൻ ഉള്ള കൃപ നീ കൊടുക്കണമേ എന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. താങ്ക് യു ജീസസ്. പ്രാർത്ഥന കേട്ടതായി സ്തോത്രം. അല്പസമയം ഞങ്ങൾ തിരുവചനം ധ്യാനിക്കട്ടെ. ഞങ്ങളെ സഹായിക്കണമേ. യേശുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കേൾക്കണമേ ഞങ്ങളുടെ പിതാവേ. ആമേൻ, ആമേൻ. ഹല്ലേലൂയ. സ്തോത്രം. ടൈറ്റിൽ ഞാൻ പറഞ്ഞ ഓർമ്മയുണ്ടല്ലോ, കളങ്കമില്ലാത്തവരായിരിക്കും. ബി ബ്ലെയിംലെസ്. ഹല്ലേലൂയ. നമ്മൾ യെശയ്യാവ് 60:2 വായിക്കും. 60:2 വായിക്കാം. യെശയ്യാവ് 60:2. സ്തോത്രം. യെശയ്യാവ് 60:2 വായിക്കുന്നത് സ്തോത്രം. ഹല്ലേലൂയ. അന്ധകാരം ഭൂമിയെയും കൂരിട്ട് ജാതികളെയും മൂടുന്നു. നിന്റെ മേലോ യഹോവ ഉദിക്കും. അവൻ്റെ തേജസ്സും നിന്റെ മേൽ പ്രത്യക്ഷമാകും. ഹല്ലേലൂയ. സ്തോത്രം. അപ്പോൾ അന്ധകാരം ഭൂമിയെയും കൂരിട്ട് ജാതികളെയും മൂടുന്നു. നിന്റെ മേലോ യഹോവ ഉദിക്കും. അവൻ്റെ തേജസ്സും നിന്റെ മേൽ പ്രത്യക്ഷമാകും. സ്തോത്രം. ഹല്ലേലൂയ. കഴിഞ്ഞ ആഴ്ചയിൽ ആഫ്രിക്കയിൽ നിന്നൊരു ദൈവദാസൻ്റെ ഒരു പ്രാർത്ഥനയും പ്രവചനവും അടങ്ങിയ ഒരു കാര്യം ഞാൻ വായിക്കുകയുണ്ടായി. സ്തോത്രം. ആഫ്രിക്ക എന്ന് എനിക്ക് ആരാന്നറിയത്തില്ല. സ്തോത്രം. അദ്ദേഹം ദൈവം കൊടുത്ത ഒരു പ്രവചനമാണ് അദ്ദേഹം എഴുതിയിരിക്കുന്നത്. ഡിസംബർ മാസം കഴിഞ്ഞ വർഷം 29-ാം തീയതി കൊടുത്ത പ്രവചനത്തിൽ, ഈ വർഷം ലോകത്തിൽ സംഭവിക്കാൻ പോകുന്നതായ കാര്യങ്ങളൊക്കെയാണ് അദ്ദേഹം ആ പ്രവചനത്തിൽ എഴുതിയിരിക്കുന്നത്. ലോകം ഈ പറഞ്ഞ അന്ധകാരം ഭൂമിയെയും കൂരിട്ട് ജാതികളെ മൂടിക്കൊണ്ടിരിക്കുകയാണ്. സ്തോത്രം. എന്നാൽ അമേരിക്കയെക്കുറിച്ച് അദ്ദേഹം
ഒരു കാര്യം പറയുന്നുണ്ട്. സ്തോത്രം. അമേരിക്കയിലേക്ക് അന്യജാതിക്കാർ, ഞാൻ അങ്ങനെയൊക്കെ പറയുകയാണ്, അന്യജാതിക്കാർ കടന്നു വന്ന്, അത് ഇപ്പം തന്നെ ന്യൂയോർക്ക് സിറ്റിയിൽ നടന്നതും മറ്റ് ചില സ്റ്റേറ്റുകളിലൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ നമ്മൾ അറിയുന്നുണ്ട്, നമുക്കറിയാം. അതെ, സ്തോത്രം. ഈ രാജ്യത്തെ സ്വാധീനമാക്കുവാൻ അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ പ്രവചനത്തിൽ അദ്ദേഹം അത് പറയുന്നുണ്ട്. ഈ രാജ്യത്തെ അത് കീഴടക്കാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. സ്തോത്രം. ഇന്ന് ഈ ലോകത്തിൽ ഈ രാജ്യം മാത്രമേ ഉള്ളൂ സ്തോത്രം, ക്രിസ്തുവിൻ്റെ പ്രമാണങ്ങളിൽ ദൈവവചനത്തിൽ ഏറെക്കുറെ നിൽക്കുന്ന ഒരു രാജ്യം ഇത് മാത്രമേ ഉള്ളൂ. സ്തോത്രം. പക്ഷേ ഇതിൻ്റെ സ്ഥിതിയും വളരെയധികം പുറകോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണെന്നുള്ളത് ദൈവമക്കളായിരിക്കുന്ന നമുക്ക് അത് കാണാൻ കഴിയുന്നുണ്ട്. സ്തോത്രം. ദൈവം നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന, നമ്മൾ ഈ ഭൂമിയിലായിരിക്കുമ്പോൾ അബ്രഹാമിനെ പോലെ, സ്തോത്രം, നമ്മളെ ഏൽപ്പിച്ചത് നമ്മൾ ചെയ്യുക. സ്തോത്രം. അതിനുശേഷം നമ്മുടെ കാലശേഷം കർത്താവ് വന്നില്ലെങ്കിൽ നമ്മുടെ മക്കളും ഗ്രാൻഡ് ചിൽഡ്രൻ അല്ലെങ്കിൽ മറ്റുള്ളവരും അത് ഏറ്റെടുത്ത് ചെയ്യേണ്ടത് അവരുടെ കടമയാണ്. നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്നത് നമ്മളെങ്ങനെ ചെയ്തിരിക്കുന്നു. സ്തോത്രം. നമ്മൾ ഈ ഭൂമിയിലായിരിക്കുമ്പോൾ ഫലഭൂയിഷ്ടമായിട്ട് ദൈവവചനത്തിന് മുമ്പിൽ നാം ആയിരിക്കുന്നുവോ എന്ന്, സ്തോത്രം, നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടായിരിക്കും. ദൈവസന്നിധിയിൽ കടന്നു ചെല്ലുമ്പോൾ നമുക്ക് എങ്ങനെയാണ് എന്ന്. അത് അന്ധകാരം ഭൂമിയെയും കൂരിട്ട് ജാതികളെയും മൂടിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ദൈവവചനമായിരിക്കും നമുക്ക്, നിൻ്റെ മേലോ യഹോവ ഉദിക്കും, അവൻ്റെ തേജസ്സും നിൻ്റെ മേൽ പ്രത്യക്ഷമാകും. അതാണ് നമ്മുടെ പ്രത്യാശ. സ്തോത്രം. അവൻ്റെ തേജസ് നിൻ്റെ മേൽ പ്രത്യക്ഷമാകും. എലിയ, സ്തോത്രം, വരുവാനുള്ള കൃപ, റാപ്ചർ, സ്തോത്രം. അതിനുവേണ്ടിയാണ് നമ്മൾ കാത്തിരിക്കുന്നത്. ആ വാഗ്ദത്ത വചനമാണ് നമ്മുടെ യെശയ്യാവിൽ നമ്മൾ ഇവിടെ വായിച്ചത്. സ്തോത്രം. അപ്പം നാം അന്ത്യനാളുകളിൽ വന്നെത്തിയിരിക്കുകയാണ്. അന്ധകാരം ഭൂമിയെ മൂടിക്കൊണ്ടിരിക്കുന്നു. അപ്പം ആ ഘോരകാലത്തിൽ അകപ്പെടാതിരിക്കാൻ കർത്താവിൻ്റെ വരവ് എന്ന പ്രത്യാശയോടുകൂടി ദൈവസന്നിധിയിൽ ഞരങ്ങി കാത്തിരിക്കണം. ഹല്ലേലൂയ. നമ്മൾ വീട് വയ്ക്കുന്നതും വലിയ കാറുകൾ വാങ്ങിക്കുന്നതും വലിയ ആഡംബരത്തിൻ്റെ കാര്യങ്ങളും ഒക്കെ ആയിരിക്കും ചിലപ്പോൾ നമ്മൾ ചിന്തിക്കുന്നത്. പക്ഷേ നമ്മൾ കാത്തിരിക്കേണ്ടത് എന്താണ്? അവൻ്റെ വരവ്. പ്രത്യാശയോടുകൂടി ദൈവസന്നിധിയിൽ ഞരങ്ങിക്കൊണ്ട് കാത്തിരിക്കുക. ആമേൻ. കർത്താവായ യേശുവേ, നീ വേഗം വരണമേ എന്ന് പറയുന്ന പ്രാഗൽഭ്യം നമ്മൾ നേടിയിരിക്കുക. ഹല്ലേലൂയ. സ്തോത്രം. യേശു തൻ്റെ നമ്മളിപ്പോൾ വായിച്ചു, തൻ്റെ ശുശ്രൂഷ വേളയിൽ ശിഷ്യന്മാർക്ക് നൽകിയ ഒരു ഉപദേശമാണ് നമ്മൾ കുറിവാക്യമായിട്ട് നമ്മൾ വായിച്ചത്. പ്രാവിനെ പോലെ കളങ്കമില്ലാത്തവരും ആയിരിക്കുക. സ്തോത്രം. ക്രിസ്തുവിൻ്റെ മണവാട്ടിയെ പ്രാവിനോട് സാദൃശ്യപ്പെടുത്തിയിട്ടുണ്ട്. ക്രിസ്തുവിൻ്റെ മണവാട്ടിയെ നമ്മൾ ഉത്തമഗീതം 6:9 ഒന്ന് വായിക്കാം. ഉത്തമഗീതം 6:9. ഹല്ലേലൂയ. 6:9. സ്തോത്രം. എൻ്റെ പ്രാവും എൻ്റെ നിഷ്കളങ്കയുമായുള്ള ഒരുത്തി മാത്രം, അവൾ എൻ്റെ അമ്മയിൽ ഏകപുത്രി തന്നെ. എൻ്റെ പ്രാവും എൻ്റെ നിഷ്കളങ്കയുമായുള്ള ഒരുത്തി മാത്രം. ഹല്ലേലൂയ. മണവാട്ടി ഒന്നേ ഉള്ളൂ. സ്തോത്രം. എൻ്റെ പ്രാവും നിഷ്കളങ്കയുമായുള്ള ഒരുത്തി മാത്രം. നമ്മുടെ മണവാളനെ മധ്യാകാശത്തിൽ എതിരേൽക്കുവാൻ നാം പ്രാവിനെ പോലെ പ്രാവിനെ പോലെ കളങ്കമില്ലാത്തവരായിരിക്കണം. നമുക്ക് തിന്മ ചെയ്യുന്നവരോട് നാം കയ്പായിരിക്കാതെ വേണം. അവരോട് പകയോ വിദ്വേഷമോ ഹൃദയത്തിൽ സൂക്ഷിക്കാതെ വേണം. കർത്താവിൻ്റെ മുമ്പിൽ നമ്മളെപ്പോഴും നിർമ്മലമായി കളങ്കമില്ലാത്ത ഹൃദയം നമുക്ക് ഉണ്ടായിരിക്കാൻ നാം ആഗ്രഹിക്കും. 1 തിമോത്തിയോസ് 5:22 നമ്മൾ വായിക്കുന്നത് ഇപ്രകാരമാണ്. സ്തോത്രം. ഹല്ലേലൂയ. യാതൊരു തന്മേലും വേഗത്തിൽ കൈവയ്ക്കരുത്. അന്യന്മാരുടെ പാപങ്ങളിൽ ഓഹരിക്കാരനാകുകയും വരുത്. നിന്നെ തന്നെ നിർമ്മലനായി കാത്തുകൊള്ളുക. സ്തോത്രം.
നാം അങ്ങനെ സൂക്ഷിക്കുന്നുവെങ്കിൽ, അങ്ങനെ ആയിരിക്കുന്നുവെങ്കിൽ സ്തോത്രം, യഹോവ നിഷ്കളങ്കന്മാരെ നമ്മൾ സൂക്ഷിക്കുന്നു. സങ്കീർത്തനങ്ങൾക്ക് വായിക്കുന്നുണ്ട്, യഹോവ നിഷ്കളങ്കന്മാരെ സൂക്ഷിക്കുന്നു. സ്തോത്രം. അല്ലേ? നമ്മൾ 32-ാം സങ്കീർത്തനം 2-ാം വാക്യത്തിൽ വായിക്കുന്നത് 32-2 വായിക്കുന്നത്. സ്തോത്രം. യെസ്. യഹോവ അകൃത്യം കണക്കിടാതെയും ആത്മാവിൽ കപടമില്ലാതെയും ഇരിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. 32-2 ഞാൻ മിണ്ടാതിരുന്നപ്പോൾ, അതെ, ആത്മാവിൽ കപടമില്ലാതെ. 3 ഞാൻ മിണ്ടാതിരുന്നപ്പോൾ നിത്യമായ ഇറക്കത്താൽ എന്റെ അസ്ഥികൾ ക്ഷയിച്ചു പോയി. ആദ്യം പറഞ്ഞത് ശരിയാ. ഏത്? ആത്മാവിൽ കപടമില്ലാതിരിക്കുന്ന, അതെ, ഇരിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. സ്തോത്രം. അപ്പൊ നമ്മൾ സംഘത്തിൽ 34:13 വായിക്കാം. 34:13. ദോഷം ചെയ്യാതെ നിന്റെ നാവിനെയും വ്യാജം പറയാതെ നിന്റെ അധരത്തെയും കാത്തുകൊള്ളുക. ആത്മാവിൽ കപടമില്ലാതെ ദോഷം ചെയ്യാതെ നാവിനെയും വ്യാജം പറയാതെ നിന്റെ അധരത്തെയും കാത്തുകൊള്ളുക. അത് കർത്താവായ യേശുവിനെ കുറിച്ച് അവൻ്റെ വായിൽ വഞ്ചനയൊന്നുമില്ലായിരുന്നു എന്ന് നമ്മൾ പത്രോസിന്റെ ലേഖനത്തിൽ വായിക്കുന്നു. നമുക്ക് സമയം സേവ് ചെയ്യാൻ വായിക്കുന്നില്ല. അപ്പം സിയോൻ മലയിൽ നമുക്കറിയാം, കുഞ്ഞാടിനോട് കൂടി നിൽക്കുന്ന 1,44,000 പേരെ കുറിച്ച് പറയുന്നുണ്ട്. എന്തുവാ ഇത് വെളിപ്പാട് 14:5 വായിക്കാം. വെളിപ്പാട് 14:5. വെളിപ്പാട് 14:5. അവർ കളങ്കമില്ലാത്തവർ തന്നെ. അത് തന്നെ 14:5. ബോഷ് കവറുടെ വായിൽ ഉണ്ടായിരുന്നില്ല. ബോഷ് കണ്ടോ? സിയോൻ മലയിൽ യേശുവിനെ അനുഗമിക്കുന്നവർക്ക് അവർക്ക് ബോഷ് കവറുടെ വായിൽ ഉണ്ടായിരുന്നില്ല. ഹല്ലേലൂയ. നമ്മൾ വായിച്ച സങ്കീർത്തനത്തിൽ വായിച്ചു, ദോഷം ചെയ്യാതെ നിന്റെ നാവിനെയും വ്യാജം പറയാതെ ഹൃദയത്തെയും കാത്തു. നമ്മൾ പത്രോസിന്റെ ലേഖനത്തിൽ വായിക്കുന്നുണ്ട്, അവൻ്റെ വായിൽ വഞ്ചനയൊന്നുമില്ലായിരുന്നു. സിയോൻ മലയിൽ നിൽക്കുന്നവർ 144,000 പേര് ബോഷ് അവരുടെ വായിൽ ഉണ്ടായിരുന്നില്ല. അപ്പം ഹൈ ക്വാളിറ്റി ഉള്ളവരാണ് അത് യേശുവിൻ്റെ കൂടെ നിൽക്കുന്നത്, നടക്കുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഉണ്ട്. സ്തോത്രം. അറിയാം, ട്രംപ് പ്രസിഡന്റ്, ആര് പ്രസിഡന്റായാലും പ്രസിഡന്റിൻ്റെ കൂടെ നടക്കുന്നതൊക്കെ ആരാണ്? അതിന് യോഗ്യതയുള്ളവരും അതിന് പ്രാഗൽഭ്യമുള്ളവരും ഒക്കെ തിരഞ്ഞെടുക്കപ്പെടുകയുള്ളൂ. ആണല്ലോ. എല്ലായിടത്തും അങ്ങനെ തന്നെ. എല്ലാ ലോകരാജ്യങ്ങളിലെ പ്രധാനികളുടെ കൂടെ നടക്കുന്നത് അങ്ങനെയുള്ളവരാണ്. അപ്പം കർത്താവിൻ്റെ കൂടെ നടക്കുന്നവർ വായിൽ ഇല്ലാത്തവരാണ്. സ്തോത്രം. ഹല്ലേലൂയ. അപ്പം യഹോവയുടെ പർവ്വതത്തിൽ കയറുകയും അവൻ്റെ വിശുദ്ധ സ്ഥലത്ത് നിൽക്കുകയും ചെയ്യുന്നതിനെക്കുറിച്ച് സങ്കീർത്തനം 24-ാം അധ്യായം 3-4 വാക്യം വായിക്കും. സങ്കീർത്തനം 24-ാം അധ്യായം 3-4 വാക്യം. സങ്കീർത്തനം 24-ന്റെ 3-4 വാക്യം. യഹോവയുടെ പർവ്വതത്തിൽ ആർ നിൽക്കും? ആർ കയറും? അവന്റെ വിശുദ്ധ സ്ഥലത്ത് ആർ നിൽക്കും? വെളുപ്പുള്ള കൈയും. അത് 3-4 അവന്റെ വിശുദ്ധ സ്ഥലത്ത് ആർ നിൽക്കും? വെടിപ്പുള്ള കൈയും നിർമ്മല ഹൃദയമുള്ളവൻ, രാജ്യത്തിന് മനസ്സ് വെക്കാതെയും കള്ളസത്യം ചെയ്യാതെ ഇരിക്കുന്നവൻ. അപ്പൊ 144,000 പേരെ കുറിച്ച് കണ്ടു. പക്ഷെ ഇവിടൊക്കെ വളരെ നമ്മള് ചിന്തിക്കേണ്ട ചില വിഷയമാണ്. ബോഷ്കളുടെ വായിലുണ്ടായിരുന്നില്ല. അവർ സ്ത്രീകളോടുകൂടെ മാലിന്യപ്പെടാത്തവർ എന്നൊക്കെയാണ് അവരെ കുറിച്ച് എഴുതിയേക്കുന്നത്. അപ്പം സ്തോത്രം. യഹോവയുടെ പർവ്വതത്തിൽ ആര് കയറും ചോദിക്കുകയാണ് സങ്കീർത്തനത്തിൽ. അവൻ്റെ വിശുദ്ധ സ്ഥലത്ത് ആർ നിൽക്കും? ആമേൻ. ഹല്ലേലൂയ. വെടിപ്പുള്ള കൈയും നിർമ്മല ഹൃദയമുള്ളവൻ. ഹല്ലേലൂയ. അവൻ്റെ കൂടെ നടക്കണമെന്നുണ്ടെങ്കിൽ ആ വെടിപ്പുള്ള കൈ, നിർമ്മല ഹൃദയം ഉള്ളവരായിരിക്കണം. അല്ലേ? എങ്ങനെ? വ്യാജത്തിന് മനസ്സ് വെക്കാതെയും കള്ളസത്യം ചെയ്യാതെയും ഇരിക്കുന്നവൻ. ആമേൻ. ഹല്ലേലൂയ. അപ്പം ഈ പ്രമാണങ്ങളെ നാം മുറുകെ പിടിക്കുന്നുവെങ്കിൽ, അതിനെ ഫോളോ ചെയ്യുന്നെങ്കിൽ മാത്രമേ നമുക്കിതിനൊക്കെ സാധിക്കുകയുള്ളൂ. സ്തോത്രം. ഇവിടെയൊക്കെ നമ്മൾ പല ആത്മീയ മർമ്മങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോഴത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ശബരി മക്കളുടെ അമ്മയുടെ കാര്യം പറഞ്ഞിട്ടുണ്ട്. സ്തോത്രം. അതാണ് നമ്മൾ ഹല്ലേലൂയ. ഇത്
സ്വർഗരാജ്യം കാണണമെന്നുണ്ടെങ്കിൽ, അതായത് യെരൂശലേം കാണണമെന്നുണ്ടെങ്കിൽ വീണ്ടും ജന്മം പ്രാപിക്കണം. വീണ്ടും ജന്മം പ്രാപിക്കുന്നത് അല്ലേ? അങ്ങനെയല്ലേ 3:3 വായിക്കുന്നത്? യോഹന്നാൻ 3:3 അല്ലേ? അല്ലേ? അമേനമേ ഞാൻ നിന്നോട് പറയുന്നു വീണ്ടും അല്ലേ? അത് വായിക്കും. അതെ. അപ്പൊ ദൈവരാജ്യം കാണണമെന്നുണ്ടെങ്കിൽ അത് വീണ്ടും ജന്മം പ്രാപിക്കണം. സ്വതന്ത്രം. അപ്പൊ ഇവിടെ നമ്മൾ ഓരോന്ന് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമ്മൾ കാണുമ്പോൾ തന്നെ പുതിയ ഭൂമി, പുതിയ ആകാശം, പുതിയ യെരൂശലേം, ഞാൻ പറഞ്ഞതല്ലേ പുതിയ യെരൂശലേം, വെളിപ്പാട് എഴുതുന്നുണ്ട്. മണവാട്ടിക്ക് വേണ്ടി ഇറങ്ങി വരുന്ന പുതിയ യെരൂശലേം നമ്മൾ വായിക്കുന്നുണ്ട്, വെളിപ്പാട് വായിക്കുന്നുണ്ട് അല്ലേ? അറിയാവുന്ന ഉണ്ട്. പുതിയ യെരൂശലേം ഉണ്ട്, സിയോനുണ്ട്. അപ്പോൾ ഇതെല്ലാം ഓരോരോ കാറ്റഗറിയാണ്. ഇതൊക്കെ അറിഞ്ഞിരുന്നാൽ മാത്രമേ നമുക്ക് ഒരു ലക്ഷ്യബോധം ഉണ്ടല്ലോ. എനിക്ക് ഇന്നത് പഠിക്കണം, അല്ലെ എനിക്ക് ഇന്ന ആളാകണം എന്ന് ഒരു യൗവനക്കാരൻ കോളേജിൽ പഠിക്കുന്ന ഒരു വ്യക്തി, അല്ലെങ്കിൽ സ്കൂളിൽ പഠിക്കുന്ന ഒരു വ്യക്തിക്ക് അത് അങ്ങനെ നേടിയെടുത്തെങ്കിൽ അവിടെ ചെല്ലാൻ പറ്റുള്ളൂ, ആ ഗ്രേഡിലോട്ട് എത്തുകയുള്ളൂ. എന്നതുപോലെ തന്നെ ആത്മീയത്തിലും എനിക്ക് ഇന്നടത്ത് ചെല്ലണം, പുതിയ ഭൂമിയിൽ ചെല്ലണം, പുതിയ ആകാശത്ത് ചെല്ലണം, യെരൂശലേമിൽ ചെല്ലണം അല്ലേ? വായിക്കുന്നു അല്ലേ? അതായത് സ്തോത്രം. അതൊന്ന് വായിക്കും സൗകര്യം. ഞാൻ എൻ്റെ കൊണ്ട് പറയണ്ട. വെളിപ്പാട് 21-1-2 വാക്യം വായിക്കും. വെളിപ്പാട് 21-1-2 വാക്യം. ഞാൻ പുതിയ ആകാശവും പുതിയ ഭൂമിയും കണ്ടു. ഒന്നാമത്തെ ആകാശവും ഒന്നാമത്തെ ഭൂമിയും ഒഴിഞ്ഞുപോയി, സമുദ്രവും ഇനിയില്ല. പുതിയ യെരൂശലേമെന്ന വിശുദ്ധ നഗരം കർത്താവിനാൽ അലങ്കരിച്ചിട്ടുള്ള മണവാട്ടിയെ പോലെ ഒരുങ്ങി സ്വർഗത്തിൽ നിന്ന് ദൈവസന്നിധിയിൽ നിന്ന് തന്നെ ഇറങ്ങുന്നത് ഞാൻ കണ്ടു. അപ്പൊ സ്വർഗരാജ്യം ഇത് കാണണമെന്നുണ്ടെങ്കിൽ വീണ്ടും ജന്മം പ്രാപിക്കണം. അപ്പം അത് പുതിയ ഭൂമിയിൽ നിന്നുകൊണ്ട് ഈ യെരൂശലേം കാണുകയാണ്. പക്ഷേ ദൈവമക്കൾ ഇത് പഠിച്ച് മനസ്സിലാക്കി ഇതിൻ്റെ ആത്മീയ അർത്ഥം ശരിയാവണ്ണം പഠിച്ചാൽ പിടികിട്ടും. അത് ഇതൊക്കെ നമ്മൾ അപ്പം അങ്ങനെ ഞാൻ എന്തിനത് പറയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളെല്ലാവരും മരിച്ചു സ്വർഗത്തിൽ പോകത്തില്ലെന്നൊന്നും ആരും പറഞ്ഞില്ല, ഇല്ല. പക്ഷേ പല കാറ്റഗറി ഉണ്ടെന്നുള്ളത് മനസ്സിലാക്കണം. ഇവൻ യോഹന്നാൻ സ്നാപകനെ കുറിച്ച് തന്നെ സ്ത്രീകളിൽ വെച്ച് ഏറ്റവും വലിയ ആളാണ്. പക്ഷെ സ്വർഗത്തിൽ ചെറുതെന്ന് പറഞ്ഞേക്കുന്നത് അല്ലേ? സ്വർഗത്തിൽ ചെറുതെന്നല്ല ആണെന്ന് കണ്ടോ? ഏറ്റവും സ്ത്രീകളിൽ നിന്ന് ജനിച്ച ഏറ്റവും വലിയ ആൾ സ്വർഗത്തിൽ ചെറുതായി. എങ്ങനെ പറയാപ്പ്? എന്താ യോഹന്നാൻ സ്നാപകൻ പാപം ചെയ്തിട്ടാണ്? അല്ല, വ്യത്യാസമുണ്ട്. പഴയ നിമിഷന്മാരും പുതിയ നിമിഷന്മാരും സ്ത്രീ ആകാശത്തിലായിരിക്കും. ഇവിടെ നമ്മൾ വായിച്ചല്ലോ, ഞാൻ പുതിയ ആകാശവും പുതിയ ഭൂമിയും കണ്ടു. ഇതെല്ലാം മാറിപ്പോയി. സ്തോത്രം. അപ്പം നമ്മുടെ ചിന്താമണ്ഡലത്തിലിരിക്കുന്നതായ കാര്യങ്ങളെല്ലാം ഒന്ന് മാറ്റിയിട്ട് ദൈവവചനത്തെ ഒന്ന് ശരിയാമണ്ണം പഠിച്ചിട്ട് ആ ഒരു അവബോധം നമുക്കുണ്ടെങ്കിലേ നമുക്ക് നമ്മുടെ ആത്മീയ ജീവിതത്തിൽ നാം ഓരോ സ്റ്റെപ്പ് മുന്നോട്ട് നമ്മൾ ഇപ്പോൾ യേശുവിൻ്റെ കൂടെ നടക്കുന്ന 144,000 പേരിൽ അവരിൽ വായിൽ ബോഷ്ടില്ലായിരുന്നു. സങ്കീർത്തനത്തിൽ നമ്മൾ വായിച്ചു, യഹോവയുടെ പർവ്വതത്തിൽ ആർ കയറും? ചോദ്യം ദാവീദ് ചോദിക്കുകയാണ്. ഇതൊക്കെ അലങ്കാര ഭാഷ എഴുതിയിരിക്കുന്ന കാര്യം ഒന്നുമല്ല. ഇതൊന്നും അലങ്കാര ഭാഷയൊന്നും അല്ല ദൈവമക്കളെ, അല്ല. എന്തിനത് ഞാൻ പറഞ്ഞു? സ്തോത്രം. നമ്മുടെ ലക്ഷ്യബോധം എവിടെയായിരിക്കണം, എങ്ങനെ ആയിരിക്കണം എന്നുള്ളത് ലക്ഷ്യബോധം നമുക്കുണ്ടായിരിക്കണം, നമുക്കൊരു ഡിറ്റർമിനേഷൻ ഉണ്ടായിരിക്കണം. സ്തോത്രം. അതുകൊണ്ട് നമ്മുടെ കാഴ്ചപ്പാട് അത് വിപുലമായ രീതിയിലോട്ടായിരിക്കണം. നമുക്കറിയാം, കോടാനുകോടി നക്ഷത്രങ്ങൾ ഉണ്ട്. കോടാനുകോടി നക്ഷത്രങ്ങളുണ്ട്. നക്ഷത്രങ്ങളും തമ്മിൽ വ്യത്യാസമുണ്ട്, ശോഭ കൊണ്ടല്ലേ? ഉണ്ടല്ലോ. അപ്പോഴേ പറഞ്ഞതിന് അർത്ഥം എന്തുവാ? ഇപ്പൊ വേദോസം വായിക്കുന്ന സൂസൻ സ്റ്റാൻഡേർഡ് അല്ലേ? ഇപ്പം ഞാനിപ്പോൾ വചനം പറയുന്നു, നമ്മൾ 2 നക്ഷത്രങ്ങളാണ്. പക്ഷേ ഈ നക്ഷത്രങ്ങൾ തമ്മിൽ ശോഭ കൊണ്ട് വ്യത്യാസമുണ്ട്. ഞാൻ ഒരു ജനറലി മനസ്സിലാക്കേണ്ടി പറയുന്നതേ ഉള്ളൂ. സൂസൻ സ്റ്റാൻഡേർഡ് എന്നെക്കാട്ടിലും ആത്മീയത്തിൽ മികച്ചു നിൽക്കുന്നതാണെന്ന് ഞാൻ ഭംഗിവാക്ക് പറയില്ല, ആണ്. ഇപ്പം അടുത്ത ആഴ്ച ഇന്ത്യയിലോട്ട് പോവുകയാണ്. കർത്താവിനോട് പ്രവർത്തിക്കാനായിട്ട് നിങ്ങൾ 2 പേരും ഇന്ത്യയിൽ പോകുന്നു അല്ലേ? അങ്ങനെ നോക്കുമ്പോൾ ആണ്, പ്രവർത്തിക്കുന്ന ആളാണ്. പക്ഷെ ഞാൻ കമ്പാരിസൺ പറഞ്ഞത് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞതേ ഉള്ളൂ ആണ്. ഇത്
നക്ഷത്രങ്ങൾ തമ്മിൽ ശോഭ കൊണ്ട് വ്യത്യാസമുണ്ട് ഉണ്ട്. അപ്പം ദൈവമക്കളെ, ഇതൊക്കെ ആത്മീയ മർമ്മങ്ങളാണ്. പൗലോസ് പറഞ്ഞു, ഞാൻ പറഞ്ഞല്ലോ, നക്ഷത്രങ്ങളും തമ്മിൽ വ്യത്യാസമുണ്ട്. മനസ്സിലാക്കണം. നക്ഷത്രമെല്ലാം ഒരുപോലെ ഇരിക്കുന്നു കാഴ്ചയ്ക്ക് ആണല്ലോ, പക്ഷെ അതിന് വ്യത്യാസമില്ല. ഇനി ഒരു ചിന്തയിൽ കൂടി ചിന്തിച്ചാട്ടെ, എല്ലാ നക്ഷത്രവും ഒരുപോലെയാണ് ഇരിക്കുന്നത്, കാഴ്ചയിൽ ഒരുപോലെ. ശോഭ കൊണ്ട് വ്യത്യാസമുണ്ട് ഉണ്ട്. നമ്മുടെ ആത്മീയ മേഖലയിലും അതിലെയാം നാം അതായത് ഈ ഭൂമിയിൽ ഏത് രംഗത്ത് നമ്മൾ പ്രസിഡൻ്റായാലും സെക്രട്ടറി ആയാലും കൊള്ളാം, ഖജാൻജി ആയാലും കൊള്ളാം, ആരാന്ന് പറഞ്ഞാലും കൊള്ളാം, പക്ഷെ ദൈവസന്നിധിയിൽ നിഷ്കളങ്കതയോടുകൂടി വ്യാജമില്ലാത്തവനായി വായിൽ ഭോഷ്കില്ലാതെ നമ്മുടെ ജീവിതത്തെ നാം സമർപ്പിക്കുന്നുവെങ്കിൽ യേശുവിൻ്റെ കൂടെ നമ്മൾ മണവാട്ടിയായിട്ട് പുതിയ യെരൂശലേമിൽ വാഴും. ആമേൻ. അപ്പം ഈ കാഴ്ചപ്പാട് നമുക്ക് അതിനുവേണ്ടി ഇത്രയും കാര്യം പറഞ്ഞത്. സ്തോത്രം. ദൈവമക്കളെ, അതിനുവേണ്ടിയുള്ള വാഞ്ച നമുക്കുണ്ടായിരിക്കണം. സ്തോത്രം. സംഗീതം 101:7 വായിച്ച സൗകര്യം. 101:7 യെസ്, സംഗീതം 101:7. വഞ്ചന എൻ്റെ വീട്ടിൽ വസിക്കുകയില്ല, ബോസ് പറയുന്നവൻ എൻ്റെ മുമ്പിൽ ഉറച്ചു നിൽക്കുകയില്ല. വഞ്ചന ചെയ്യുന്നവൻ എൻ്റെ വീട്ടിൽ വസിക്കുകയില്ല, ബോസ് പറയുന്നവൻ എൻ്റെ മുമ്പിൽ ഉറച്ചു നിൽക്കുകയില്ല. ആമേൻ. ഉറച്ചു നിൽക്കത്തില്ല. ഹല്ലേലൂയ. അതെ, സ്തോത്രം. വഞ്ചന ചെയ്തിട്ട് ബോസ്ക്ക് പറഞ്ഞിട്ട് ദൈവത്തോട് പ്രാർത്ഥിച്ചാൽ ദൈവം ക്ഷമിക്കും. പക്ഷെ ഒരു കാര്യം ചിന്തിക്കണം, ദൈവം ക്ഷമിക്കും. സ്വർഗത്തിലും പോവാണ്, സ്വർഗത്തിൽ പോകത്തില്ലെന്ന് തന്നെ പോകും. പക്ഷെ ഒരു കാര്യം ഓർക്കണം, സ്തോത്രം, തന്നെത്താൻ ക്രൂശെടുത്ത് അനുഗമിക്കുന്നവരുണ്ടല്ലോ, കർത്താവിന് വേണ്ടി പിൻപറ്റുന്ന അനേകരുണ്ടല്ലോ. ഓ ഹല്ലേലൂയ. സ്തെഫാനോസിനെ കല്ലെറിയുന്നു. സ്തോത്രം. ആ ചിത്രം ഒന്ന് നിങ്ങളുടെ നിന്നോട്ട്. എങ്ങനെ കല്ലെറിയുന്നത്? ഭയങ്കര കല്ലെടുത്ത് ഒരാൾ വരച്ചൊരു ഒരു പടം ഞാൻ കണ്ടു. സ്തെഫാനോസിനെ കല്ലെറിയുന്ന രംഗം. ഒരു ഭയങ്കര കല്ലെടുത്ത് സ്തെഫാനോസ് തറയെ കുത്തിയിരിക്കുക. ഓ, നമ്മുടെ ദേഹത്ത് ഒന്ന് ഓർത്ത് നോക്കിയ ദൈവമക്കളെ, കല്ലെറിയുക. അപ്പം അങ്ങനെയൊക്കെയുള്ള വിശുദ്ധന്മാർ. അവരല്ലേ ശ്രേഷ്ഠന്മാർ അല്ലേ? അങ്ങനെ നോക്കുമ്പോൾ ആണ്. നമ്മളൊക്കെ അവരുടെ മുമ്പിൽ വല്ലതും ആണോ? ഒന്നുമല്ല. നമുക്ക് ചിന്തിക്കാൻ പോകാൻ സ്വതം. അത് വഞ്ചന ചെയ്യുന്നവരുടെ വീട്ടിൽ വസിക്കുകയില്ല, ബോഷ് പറയുന്നവൻ എൻ്റെ മുമ്പിൽ ഉറച്ചു നിൽക്കുക. ആത്മീയത്തിൽ നാം തെന്നി പൊങ്ങിയും താന്നും കിടക്കുന്ന അവസ്ഥയല്ല വേണ്ടത്. ഓർമ്മയിരിക്കണം. പൊങ്ങിയും താണും, ഒന്ന് പൊങ്ങും പിന്നെ താഴും, പിന്നെ പൊങ്ങും പിന്നെ താഴും. അങ്ങനെ ഒരിക്കലും ആകരുത്. സ്തോത്രം. ഇത് നമ്മളെപ്പോഴും എങ്ങനെ വേണം? സകല വ്യാജഭാവവും വിട്ട് ശിശുക്കളെ പോലെ വചനമെന്ന മായമില്ലാത്ത പാൽ കുടിക്കണം അല്ലേ? സ്തോത്രം. നമ്മൾ ഉത്തമഗീതം 2:14 വായിക്കുന്ന എങ്ങനെ? ഉത്തമഗീതം 2:14. എൻ്റെ പാറയുടെ പിളർപ്പിലും കടുംതൂക്കിൻ്റെ മറവിലിരിക്കുന്ന എൻ്റെ പ്രാവേ, എൻ്റെ മുഖം ഒന്ന് കാണട്ടെ അല്ലേ? പാറയുടെ പിളർപ്പിൽ ഈ കടുംതൂക്കിൽ ദിവസിക്കുന്ന എൻ്റെ പാറയുടെ പിളർപ്പിക്കുന്ന പ്രാവ്, നിന്റെ സ്വരം ഇമ്പമുള്ളതും സൗന്ദര്യമുള്ള മുഖം. നമ്മുടെ ഈ വചന ശുശ്രൂഷ കഴിയുമ്പം സമർപ്പിക്കാൻ പറയും. പക്ഷെ ആ സ്വരം ഒന്ന് കേൾക്കാൻ ആരുണ്ട്? ആര് സ്വരം പുറപ്പെടുവിക്കുന്നുണ്ട്? നിന്റെ സ്വരം ഒന്ന് കേൾക്കട്ടെ. ഹല്ലേലൂയ. പാറയുടെ പിളർപ്പിലും കടുംതൂക്കിന്റെ മറവിലും ഇരിക്കുന്ന എൻ്റെ പ്രാവേ, നിന്റെ മുഖം ഒന്ന് കാണട്ടെ. ഓ ഗ്ലോറി. അല്ലേ? നിന്റെ സ്വരം ഒന്ന് കേൾക്കട്ടെ അല്ലേ? IPL ഉള്ള ദൈവമക്കൾ എത്ര പേർ സമർപ്പിക്കുന്നത്?
ഞാൻ ഇത്രയും നാൾ ഇവിടെ ആരും സമർപ്പിക്കാൻ കേട്ടിട്ടില്ല. എന്നോടാരും പിണങ്ങൊന്നും വേണ്ട, ഉള്ള കാര്യം ഞാനീ പറയുന്നത്. അല്ല, നിന്റെ സ്വരം ഒന്ന് കേൾക്കട്ടെ, ഒന്ന് കേൾക്കട്ടെ. നിന്റെ സ്വരം ഒന്ന് ഇമ്പമുള്ളത്, മുഖം സൗന്ദര്യമുള്ളതാണ്. പക്ഷെ ഇത് സ്വരം ഒന്ന് കേൾക്ക്. അല്ലേ, സ്വോത്രം. ഇതൊക്കെ കളിത ഭാഷ എന്ന് വിചാരിക്കുന്നു. അല്ലേ, സ്വോത്രം. അപ്പം പാറയുടെ പിളർപ്പ് ക്രിസ്തുവിൻ്റെ കാൽവറിയിലെ കഷ്ടങ്ങളെയും അവൻ്റെ മരണത്തെയും വെളിപ്പെടുത്തുകയാണ്. ആമേൻ, സ്വോത്രം. നാം ക്രിസ്തുവിൻ്റെ കഷ്ടങ്ങൾക്ക് പങ്കുള്ളവരായി എപ്പോഴും ക്രിസ്തുവിൻ്റെ മുറിവുകളിൽ നാം മറഞ്ഞിരിക്കണം. ഓ ഗ്ലോറി! ക്രിസ്തുവിൻ്റെ മുറിവുകളിൽ മറഞ്ഞിരിക്കണം. അങ്ങനെ മറഞ്ഞിരിക്കുമ്പോൾ കൊണ്ട് നമുക്കും ഒരു വേദന ഉണ്ടാവുമല്ലോ. ഇടി, എൻ്റെ കർത്താവ് എനിക്ക് വേണ്ടി അനുഷ്ഠിച്ച ഈ പങ്കപ്പാട് പ്രയാസം അല്ലേ? ക്രിസ്തുവിൻ്റെ മുറിവുകളിൽ മറഞ്ഞിരിക്കണം. സ്തോത്രം. അല്ലേ, അത് നമുക്കറിയാം, ജലസ്നാനത്തിൽ കൂടി, അതായത് ക്രിസ്തുവിൻ്റെ മരണത്തിൽ പങ്കാളികളായി അവനോടുകൂടെ നമ്മൾ കുഴിച്ചിടപ്പെട്ടു ആണല്ലോ. നമ്മൾ സ്നാനപ്പെട്ടിരിക്കുന്നത് എന്തിനാ? അവൻ്റെ മരണത്തിൽ പങ്കാളികളായി അവനെ കുഴിച്ചിടപ്പെട്ടതുപോലെ നാം ആ സാദൃശ്യത്തിൽ നാം വെള്ളത്തിൽ മുങ്ങി പൊങ്ങി വന്നു. സ്തോത്രം. ഹല്ലേലൂയ. അല്ലേ? അപ്പം നാം പാപസംബന്ധമായി മരിച്ചവരെന്നും ക്രിസ്തുയേശുവിൽ നമ്മൾ ജീവിക്കുന്നു എന്നും നമ്മളെ തന്നെ എണ്ണണം. നമ്മൾ റോമാലേഖന 6:11 വായിക്കുന്നത് എങ്ങനെ? റോമർ 6:11. റോമർ 6:11. അതുകൊണ്ട് നിങ്ങൾ പാപസംബന്ധമായി മരിച്ചവരെന്നും ക്രിസ്തുയേശുവിൽ ദൈവത്തിന് ജീവിക്കുന്നവരെന്നും നിങ്ങളെ തന്നെ എണ്ണുവീൻ. ദൈവമക്കളെ, പുതിയ വർഷമാണല്ലോ. അലംഭാവത്തോടുകൂടിയ ഭക്തി വലിയ ആദായമാണല്ലേ? അലംഭാവത്തോട് ഭക്തി എന്ന് പറഞ്ഞ് മനസ്സിലായോ? സ്റ്റോക്ക് മാർക്കറ്റിലും പ്ലേ ചെയ്യാൻ പറ്റും. ഇന്നലെ പറഞ്ഞ മാതിരി പണ്ട് ബിലിയാമിന്റെ കാര്യം പറഞ്ഞല്ലോ. എന്തോ പണ്ട് ഇവിടെ അല്ല, പണ്ടത്തെ കാലത്ത് ബന്ധുക്കോസുകാർ ഇവിടെ പ്രസംഗിച്ച് ഞാൻ മർത്തോമാക്കാരനെ കേട്ടിട്ടുണ്ട്. നമ്മുടെ ഭൂമി തെങ്ങ് കള്ളിയെത്താൻ കൊടുക്കും. നമ്മുടെ ഭൂമിയിലെ തെങ്ങ് കള്ളിയെത്താൻ കൊടുക്കും. പിന്നെന്തോ, പിന്നെ കമുകുണ്ട്, വെറ്റമുറുക്കുന്ന കമുകുണ്ടല്ലേ, കമുക് എന്തോ പറയുന്നു, പാക്ക്. ഈ പ്രസംഗത്തിൽ കേട്ടിട്ടുള്ള രീതിയിലെ പറയുന്നു. അപ്പൊ ആരാ ചെയ്യുന്നു? ബന്ധുക്കോസുകാർ. ഇതാണ് ബിലിയാമെന്ന് പറഞ്ഞ അനീതിയുടെ കൂലി. നീ കൊതിച്ചു, അനീതിയുടെ കൂലിയാണ്. സമായോഗത്തിലും പോകും, കള്ളിയെത്താൻ നമ്മുടെ ഭൂമി ഇരിക്കുന്ന തെങ്ങ് കള്ളിയെത്താനും കൊടുക്കും. ഞാൻ പറഞ്ഞതല്ലേ, പണ്ട് പ്രസംഗിച്ച് കേട്ടിട്ടുള്ളതാണേ. ആരും എന്നോട് പിണങ്ങണ്ട. അതാ ഇന്നലെ പറഞ്ഞത്. ഇന്നലെ ദൈവം നമ്മൾ പറഞ്ഞ അനീതിയുടെ കൂലി കൊതിച്ചു. ആര്? ബിലിയാം. പെർഗമോസിലെ സഭയോടുള്ള ദൂതിൽ പറയുന്നുണ്ട്, നിങ്ങൾ ബിലിയാമിനെ നിങ്ങളുടെ ഒരു കുറ്റം പറഞ്ഞ് നിങ്ങൾ ബിലിയാമിനെ അനുവദിക്കുന്നു. നിങ്ങളുടെ സഭകളിൽ ബിലിയാമിനെ അനുവദിക്കുന്നു. 3 അപ്പോസ്തലന്മാർ പറഞ്ഞിരിക്കുന്നു. യൂദാ പറയുന്നുണ്ട്, പത്രോസ് പറഞ്ഞിട്ടുണ്ട്, യോഹന്നാൻ അപ്പോസ്തലൻ പറഞ്ഞിട്ടുണ്ട്. 3 ദൈവദാസന്മാരാണ് ബൈബിൾ പറഞ്ഞിരിക്കുന്നത്. ബിലിയാമിന്റെ ഉപദേശം ഉണ്ട്. എന്നാൽ ബിലിയാം അനീതിയുടെ കൂലി കൊതിച്ചു അല്ലേ? അനീതിയുടെ കൂലി കൊതിച്ചു. മനസ്സിലാക്കണം. അതാണ് നമ്മൾ ഇപ്പോൾ ഇവിടെ വായിച്ചത്. നമ്മളിപ്പം ഈ റോമാലേഖനം 6:11 വായിച്ചു തന്നു. സ്തോത്രം. ഔവണ്ണം നിങ്ങളും പാപസംബന്ധമായി മരിച്ചവരെന്നും ക്രിസ്തുയേശുവിൽ ദൈവത്തിന് ജീവിക്കുന്നവരെന്നും നിങ്ങളെ തന്നെ എണ്ണുവീൻ. നമുക്കൊരു കോൺഫിഡൻസ് ഉണ്ടായിരിക്കണം ദൈവമക്കളെ. ഹല്ലേലൂയ. ആ കോൺഫിഡൻസ് നമുക്കുണ്ടെങ്കിലുണ്ടല്ലോ, നമ്മൾ ഒരു ദിവസം ഒരു സ്റ്റെപ്പ് പുറകോട്ട് പോയി നിരിക്കട്ടെ ആത്മീയ മേഖലയിൽ, നമുക്കൊരു നമ്മൾ റിയലൈസ് ചെയ്യും. അപ്പം നമ്മൾ ദൈവത്തോട് അനുഭവിച്ച് പ്രാർത്ഥിച്ച് അല്ലേ, അതിൽ നിന്ന് കരകയറാൻ നോക്കും അല്ലേ? അങ്ങനെയല്ലേ? ആണല്ലോ.
യാ അങ്ങനെ അത് ആ വിഷൻ ഉള്ളവർക്കേ അത് ഏറ്റെടുക്കുള്ളൂ കേട്ടോ, അല്ലാത്തവർക്ക് അത് എനിക്ക് അടുക്കപ്പെടണം. നമ്മൾ സങ്കീർത്തനത്തിൽ വായിച്ചു. അതെ, ആ ആ ഒരു ആ ഒരു കാഴ്ചപ്പാട് നമ്മൾ നേടിയെടുക്കണം എന്ന് ഈ വചനത്തിൽ കൂടിയും നമ്മളിപ്പോൾ പറഞ്ഞതുപോലെ 144,000 പേര് അങ്ങനെ യേശുവിൻ്റെ കൂടെ നടക്കുന്നു. ഇതൊക്കെ കളിതമാശ എഴുതി വെച്ചേക്കുവാ. ദാവീദ് പറഞ്ഞു, യഹോവയുടെ പർവ്വതത്തിൽ ആർ കയറും? വായിൽ ഭോഷ്കില്ലാത്തവൻ. അന്ന് എഴുതി വെച്ചു. വെളിപ്പാടിൽ വായിക്കുന്നു, അവരുടെ വായിൽ ഭോഷ്കില്ലായിരുന്നു. അപ്പൊ യഹോവയുടെ പർവ്വതത്തിൽ ആർ കയറി? 144,000 പേര്. 144,000 പേര്. അവരുടെ വായിൽ ഭോഷ്കില്ല. ഇതൊന്ന് കളിതമാശയല്ലേ ദൈവമക്കളെ? ഇതൊക്കെ ആത്മീയ മർമ്മങ്ങൾ മനസ്സിലാക്കണം. ഓ ഗ്ലോറി, ഹല്ലേലൂയ, ഹല്ലേലൂയ. മനസ്സിലാക്കണം. ഇതൊന്നും കളിതമാശയൊന്നുമല്ല. ആത്മീയ മർമ്മങ്ങൾ മനസ്സിലാക്കണം. സ്തോത്രം. സ്വർഗത്തിൽ സോഷ്യലിസവും കമ്മ്യൂണിസവും ഇല്ല. എല്ലാം സ്വർഗത്തിൽ പോകുമെന്ന് പറഞ്ഞു. സോഷ്യലിസം അല്ലോ, സോഷ്യലിസവും വല്ല ഉണ്ടോ? അങ്ങനെ വല്ലതും ഉണ്ടോ? ഒന്നുമില്ല. ഇത്രയും വാദം കേട്ടല്ലോ. സ്വർഗരാജ്യം പുതിയ യെരൂശലേം കാണണമെന്നുണ്ടെങ്കിൽ നീ വീണ്ടും ജന്മം പ്രാപിക്കണം. പുതിയ ഭൂമി പോകണം. പുതിയ ഭൂമിയിൽ ഇരുന്നാലേ പുതിയ യെരൂശലേം കാണത്തുള്ളൂ, അല്ലേ? നമ്മൾ പല പ്രാവശ്യം ഇതൊക്കെ പറഞ്ഞാലും പലർക്കും സംശയങ്ങൾ ഉദിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞതല്ല. അതായത് വേണമെങ്കിൽ ഒരു കാര്യം ഒരു വാക്ക് ഞാൻ നോക്കുമായിരുന്നു. സ്തോത്രം. അല്ലേ, അതൊന്ന് വായിക്കാം. വെളിപ്പാട് 21-ാം അധ്യായം 24-ാം വാക്യം വായിക്കാം. വെളിപ്പാട് 21-ന്റെ 24 വായിച്ച്. 21-24. ജാതികളുടെ വെളിച്ചത്തിൽ നടക്കും. ഭൂമിയുടെ രാജാക്കന്മാർ തങ്ങളുടെ മഹത്വം അതിലേക്ക് കൊണ്ടുവരും. അതിന്റെ ഗോപുരങ്ങൾ പകൽക്കാലത്ത് അടയ്ക്കുകയില്ല, രാത്രി അവിടെ ഇല്ലല്ലോ. ആമേൻ. ഇംഗ്ലീഷ് ഒന്ന് വായിക്കാവോ കുഞ്ഞുമോൾ സഹോദരി? ഇംഗ്ലീഷ് ബൈബിൾ 21-24. Yes. And the nations. 24. And the nations. And the nations of them which are saved shall walk in the light of it, and the king of the earth to bring their glory and honor into it. കേട്ടോ, വളരെ ക്ലിയർ അല്ലേ? ആൻഡ് ദ ജാതി, മലയാളത്തിൽ താങ്ക് യു കുഞ്ഞോൾ സോറി. ആൻഡ് ദ നേഷൻസ്, ജാതികൾ എന്നാ മലയാളത്തിൽ ഇരിക്കുന്നത്. നേഷൻസ് എങ്ങനെ ഇരിക്കുന്നത്? വിച്ച് ആർ സേവ്ഡ്, രക്ഷിക്കപ്പെട്ടവര്. ആമേൻ ആമേൻ. നമ്മൾ പറയുന്നു വീണ്ടും ജന്മം പ്രാപിക്കുന്നില്ല എങ്കിൽ ദൈവരാജ്യം കാണുവാൻ കഴിയത്തില്ല. അവർ രക്ഷിക്കപ്പെട്ടവരാണ്. അപ്പൊ ഇവര് പുതിയ ഭൂമിയിൽ ഇരുന്നുകൊണ്ട് യെരൂശലേമും സിയോനും കാണുകയാണ്. അവരോട് എന്തുകൊണ്ടിരുന്നു? ഇവിടെ എന്താ വായിച്ചത്? And the nations of them which are saved shall walk in the light of it. In the light of it. പുതിയ ഭൂമി പുതിയ യെരൂശലേമിന്റെ ലൈറ്റിലാണ് നിൽക്കുന്നത്. ഇൻ ദ ലൈറ്റ് ഓഫ് ഇറ്റ്. മനസ്സിലാക്കണം. And the kings of the earth. അപ്പൊ പുതിയ ഭൂമിയിലെ രാജാക്കന്മാര് എന്തുകൊണ്ടിരുന്നു പുതിയ യെരൂശലേമിൽ? എന്താ സൂസന് സംശയം വല്ലതും ഉണ്ടോ? ജാതികൾ അതിന്റെ വെളിച്ചത്തിൽ. ഇവിടെ ജാതികൾ വല്ലതും ഉണ്ടോ? ഞാൻ ചോദിക്കട്ടെ. ഇത് പുതിയ യെരൂശലേം, ഇതെല്ലാം കഴിഞ്ഞ് ഇത് സാത്താനുമായിട്ടുള്ള യുദ്ധം എല്ലാം കഴിഞ്ഞുള്ള ഇത് അന്തിമ ഘട്ടത്തിലെ കാര്യമായി പറയുന്നത്. ലാസ്റ്റ് സ്റ്റേജിലായി പറയുന്നത് ജാതികൾ വിച്ച് ആർ സേവ്ഡ്, രക്ഷിക്കപ്പെട്ടവര് പുതിയ ഭൂമിയിൽ നിന്നും വിച്ച് ആർ സേവ്ഡ് അതിന്റെ വെളിച്ചത്തിൽ നടക്കും. അതിന്റെ വെളിച്ചത്തിൽ നടക്കും. യോഹന്നാൻ സ്നാപകൻ സ്ത്രീകളിൽ നിന്ന് ജനിച്ച ഏറ്റവും വലിയ ആളാണ്, പക്ഷെ സ്വർഗത്തിൽ ചെറുതാ. അതിന് വെളിച്ചത്തിൽ നടക്കും. ദൈവമക്കളെ സ്തോത്രം. അപ്പൊ ഭൂമിയിൽ രാജാക്കന്മാർ തങ്ങളുടെ മഹത്വം അതിലേക്ക് കൊണ്ടുവരും. പുതിയ യെരൂശലേമിലേക്കും സിയോനിലേക്കും കൊണ്ടുവരും. ഇതൊക്കെ ആത്മീയ മർമ്മങ്ങളാണ്.
മനസ്സിലാക്കിയെടുക്കേണ്ട അവരോട് അവർ മനസ്സിലാക്കിയാൽ കൊള്ളാം. നമുക്ക് 144,000 പേര് അവർ വാങ്ങി പോസ്റ്റുണ്ടായിരുന്നു. ദാവീദ് പറഞ്ഞു അല്ലേ, യഹോവയുടെ പർവ്വതത്തിൽ ആർ നിൽക്കും, ആർ കയറും, ആർ കയറും? നമുക്ക് കയറാൻ താല്പര്യമുണ്ട്, പോകാൻ താല്പര്യമുണ്ട്. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്തോത്രം. അതെ, സ്തോത്രം. നമ്മൾ കൊലോസ്യർ 3:3-4 വാക്യം വായിക്കാം. കൊലോസ്യർ 3:3-4 വാക്യം. കൊലോസ്യർ 3:3-4 വാക്യം. നിങ്ങൾ മരിച്ചു, നിങ്ങളുടെ ജീവൻ ക്രിസ്തുവിനോടുകൂടെ ദൈവത്തിൽ മറഞ്ഞിരിക്കുന്നു. നമ്മുടെ ജീവനായ ക്രിസ്തു വെളിപ്പെടുന്നു, നിങ്ങൾ ഓരോടുകൂടെ തേജസ്സിൽ വെളിപ്പെടും. തേജസ്സിൽ വെളിപ്പെടും. തേജസ്സിലേശുവിൻ പൊന്മുഖം ഞാൻ കാണും. കാലമേറ്റം യെസ്, കാലമടുത്തിരിക്കുകയാണ്, കാലമടുത്തിരിക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ അല്പം ഈ IPA ഒരു പാട്ട് പാടിയല്ലോ, എനിക്കല്ല ഞാൻ ക്രിസ്തുവിനത്രേ. കഴിഞ്ഞ ദിവസം ഒരാൾ ന്യൂയോർക്കിൽ നിന്ന് എനിക്കൊരു മെസ്സേജ് ഇട്ടു. എന്നോട് പറഞ്ഞു, എനിക്ക് മെസ്സേജ് ഇട്ടിരിക്കുന്നു, പക്ഷേ ആ പാട്ട് ഒന്നുകൂടെ ഒന്ന് പാടണം. ഈ പാട്ടാരും പാടാറില്ല, എന്നെ പുതിയ പാട്ടുകൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്, പഴയ പാട്ടുകൾ ആരും പാടാറില്ല എന്ന് എനിക്ക് മെസ്സേജ്. ന്യൂയോർക്കിൽ നിന്നൊരു സഹോദരി. അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ ഇന്ന് ഞാൻ പാടാം, IPA ഇന്ന് ഞാൻ പാടാം. അതാ ഞാൻ ആ പാട്ട് പാടിയത്. എനിക്കെല്ലാം ഞാൻ ക്രിസ്തുവിനത്രേ, അവനായിന സമർപ്പിക്കുന്നേ. ഓ ഹല്ലേലൂയ. ആവശ്യപ്പെട്ടിട്ട് ആ പാട്ട് പാടിയത് കേട്ടോ, ആവശ്യപ്പെട്ടില്ല. ആ പ്രിയ സഹോദരിക്ക് അത് വളരെ ആനന്ദകരമായി തോന്നി. എനിക്ക് അതുകൊണ്ടാണ് ഞാൻ ആ പാട്ട് പാടിയത്, വീണ്ടും പാടിയത്. ആമേൻ. ദൈവമക്കളെ, ഹല്ലേലൂയ, സ്തോത്രം. അപ്പം അങ്ങനെ നാം സ്തോത്രം സന്തോഷഭരിതരായി ആനന്ദത്തിലുള്ള, അതെ, മണവാട്ടി നിന്റെ സ്വരമൊന്ന് കേൾക്കട്ടെ. ഓ എൻ്റെ പ്രാവേ, പാറയോട് പ്രവർത്തിക്കുന്ന എൻ്റെ പ്രാവേ, നിന്റെ സ്വരമൊന്ന് കേൾക്കട്ടെ, ഒന്ന് കേൾക്കട്ടെ. ഒരാമേനൊക്കെ പറ, ഒരു സ്തോത്രമൊക്കെ പറ. ഹല്ലേലൂയ, ഓ ഗ്ലോറി, ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്തോത്രം. താങ്ക് യു ജീസസ്. അപ്പം എന്താ, എങ്ങനെ, എന്തോ സംസാരിക്കുമ്പോ ഇടയ്ക്ക് കയറി സംസാരിക്കണ്ടെന്ന് കണ്ടിട്ടാ മിണ്ടാതിരിക്കുന്നത്. ഓക്കെ ഓക്കെ ഓക്കെ, പ്രൈസ് ദി ലോർഡ്, സ്തോത്രം. അപ്പം ഉയരത്തിലുള്ള ചിന്ത ഉള്ളവരായി നാം ആയിരിക്കണം. നാം അന്വേഷിക്കുമ്പോൾ സർവശക്തന്റെ നിഴലിൻ കീഴിൽ നമ്മൾ പാർക്കുമ്പോൾ, ഓ ഗ്ലോറി, അല്ലേ, അത്യുന്നതൻ മറവിലായിരിക്കുമ്പോൾ നമുക്ക് സന്തോഷിക്കാം. ആമേൻ, സ്തോത്രം. അവൻ്റെ സാന്നിധ്യം എപ്പോഴും നമ്മുടെ മേൽ നിഴലിട്ട് നമ്മെ സൂക്ഷിക്കും. അവൻ്റെ സാന്നിധ്യം നിഴലിട്ട് സൂക്ഷിക്കും. തുടക്കത്തിൽ നമ്മുടെ പിയോറിയിലെ ദേവദാസൻ പറഞ്ഞു, ഞാൻ ഓർക്കുകയായിരുന്നു, ദേവദാസൻ പറഞ്ഞൊരു കാര്യം പറഞ്ഞു, ക്ഷീണമുണ്ട്, ശരിയാ, പ്രായത്തിൻ്റെതായ ക്ഷീണമുണ്ട്, എങ്കിലും ദൈവം നടത്തുന്നു. യെസ്, തിങ്ക് അബൌട്ട് ദാറ്റ്. അതെ, ക്ഷീണമുണ്ട്, പക്ഷേ എങ്കിലും ദൈവം നടത്തുന്നു. അതാണ് അതിൻ്റെ. ദൈവത്തെ വിളിക്കുവാനും പ്രാർത്ഥിക്കുവാനും സുവിശേഷത്തിൽ തൽപരനായി ഇരുന്ന് കർത്താവിൻ്റെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം ചെയ്യുവാൻ ദൈവം പിന്നെ ശക്തീകരിക്കുന്നു. ഓ, എനിക്ക് വയ്യാന്ന് പറഞ്ഞ് മാറിയിരുന്നാലും അങ്ങനെ ഇരിക്കത്തേ ഉള്ളൂ, അല്ലേ? അങ്ങനെ ഇരിക്കത്തേ ഉള്ളൂ. അതെ, ദൈവമക്കളെ, നമുക്ക് തന്നിരിക്കുന്ന ബലം എന്താ? ബലത്തിന് പിന്നിലുള്ള കാര്യം എന്തോ? ദൈവശക്തിയാണ്. അത്യുന്നത മറവിൽ വസിച്ചിരിക്കുകയാണ്. അതെ, നമുക്കറിയാം. നമ്മൾ ഈ ഉത്തമഗീതം 7:5 വായിച്ച സൗരി, ഉത്തമഗീതം 7:5. ഉത്തമഗീതം 7:5. നിന്റെ കഴുത്ത് ഗന്ധഗോപുരം പോലെയും നിന്റെ കണ്ണ് വാതുക്കളെ കുളങ്ങളെ പോലെയും നിന്റെ മൂക്ക് നിർമ്മേശത്തിന് നേരെയുള്ള ലെബാനോൻ ഗോപുരം പോലെയും ഇരിക്കുന്നു. അത് നിന്റെ കണ്ണ്
ഹല്ലേലൂയ. അതെ, 7:5 വായിക്കുന്നത് സ്തോത്രം. നിന്റെ കണ്ണ് യശ്ബാനിൽ ബാത്റമീൻ വാതിക്കൽ കുളങ്ങളെ പോലെയും നമ്മൾ വായിക്കുകയാണ് സ്തോത്രം. അത് പ്രാവിന്റെ കണ്ണുകളിൽ എപ്പോഴും വെള്ളം നിറഞ്ഞിട്ടുണ്ട്. മനസ്സിലായി? സ്തോത്രം. അറിയാമല്ലോ, അതിന്റെ കണ്ണ് എപ്പോഴും നനഞ്ഞിരിക്കുകയാണ്. സ്തോത്രം. നമ്മൾ വായിച്ചത് നിന്റെ കണ്ണ് യശ്ബോനിൽ ബാത്റമീൻ വാതിക്കലെ കുളങ്ങളെ പോലെ കണ്ണ് നനവുണ്ട്. ഒരു ദൈവഭക്തന്റെ കണ്ണിൽ ഒരു നനവുണ്ടായിരിക്കണം. ഒരു ദൈവഭക്തിയുടെ കണ്ണിൽ നനവുണ്ടായിരിക്കണം. ദൈവമക്കളായിട്ട് നാം പ്രാർത്ഥിക്കുമ്പോൾ, ആരാധിക്കുമ്പോൾ, ദൈവത്തെ പാടി സ്തുതിക്കുമ്പോൾ കണ്ണിന് ആനന്ദമേ അല്ലേ, ഒരു കണ്ണിൽ നനവുണ്ടാവും. എന്താ ഉണ്ടാകാൻ കാരണം എന്ന്? അവൻ ചെയ്ത നന്മകളെയും ദയയെയും കരുണയും ഓർത്ത് ദൈവത്തിന് നന്ദി അറിയിക്കുമ്പോൾ നമ്മുടെ ഹൃദയം, നമ്മുടെ കണ്ണുകൾ നിറയും. അതേപോലെ ഇവിടെ വായിച്ചത് ആ കുളത്തിനെ അരികെയുള്ള സ്തോത്രം കുളങ്ങളെ പോലെ. ഓ ഗ്ലോറി, നിന്റെ കണ്ണ്. അതുകൊണ്ട് പ്രിയ ദൈവമക്കളെ, എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കാൻ പോവുകയാണ്. സ്തോത്രം. അതെ, അപ്പൊ ഇത് നാം കണ്ണുനീരോടെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന അനുഭവത്തെ വെളിപ്പെടുത്തുകയാണ്. ആ കുളത്തെ പോലെ. എൻ്റെ പ്രാവേ, നിന്റെ കണ്ണ് ആ കുളത്തിലെ ജലത്തെ പോലെയാണ്. ഓ ഗ്ലോറി, ഹല്ലേലൂയ. നമ്മുടെ കണ്ണുകൾ നിറയുന്നുണ്ടോ? ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആത്മാവിൽ നിറയുമ്പോൾ നമ്മുടെ കണ്ണുകൾ നിറയും. കണ്ണുകൾ നിറയും. ഹല്ലേലൂയ. അതെ, സ്തോത്രം. അത് കണ്ണുനീരോടെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന അനുഭവമാണ്. നമ്മൾ ഈ പ്രാവ് കുറുകിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ പ്രാവ് കുറുകിക്കൊണ്ടിരിക്കുകയാണ്. ഓ ഹല്ലേലൂയ, കുറുകിക്കൊണ്ടിരിക്കുകയാണ്. യെശയ്യാവ് 38:14 എന്ന് വായിച്ച സോറി. യെശയ്യാവ് 38:14. നീവൽ പക്ഷിയോ കൊക്കോ എന്ന പോലെ ഞാൻ തിളച്ചു, ഞാൻ പ്രാവ് പോലെ കുറുകി, എന്റെ കണ്ണ് ഉയരത്തിലേക്ക് നോക്കി ക്ഷീണിച്ചിരിക്കുന്നു. ഞാൻ കുറുകിയിരിക്കുന്നു, നീ എനിക്ക് ഇടം നിൽക്കണം. ആമേൻ. ഞാൻ പ്രാവ് പോലെ കുറുകി, എന്റെ കണ്ണ് കുറുകി കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഗ്ലോറി. നീ എപ്പോൾ വരും? എന്റെ കണ്ണ് ഉയരത്തിലേക്ക് നോക്കി ക്ഷീണിച്ചിരിക്കും. ഈ 2026 ആണ്ടിൽ നമ്മുടെ പ്രാണപ്രിയന്റെ വരവിന് വേണ്ടി നമുക്ക് ആഗ്രഹിക്കാം. ഇവിടെ വാക്യം വെച്ചത് 14 വാക്യത്തിന്റെ അവസാനം എന്തോ? യഹോവേ ഞാൻ വായിക്കും. യഹോവേ ഞാൻ പോയോ? യഹോവേ വായിക്കും. നീവൽ പക്ഷിയോ കൊക്കോ എന്ന പോലെ ഞാൻ തിളച്ചു, ഞാൻ പ്രാവ് പോലെ കുറുക്കി, എന്റെ കണ്ണ് ഉയരത്തിലേക്ക് നോക്കി ക്ഷീണിച്ചിരിക്കുന്നു. യഹോവേ ഞാൻ ഞെരുങ്ങിയിരിക്കുന്നു, നീ എനിക്ക് ഇടം നിൽക്കണമേ. യഹോവേ ഞാൻ ഒരുങ്ങിയിരിക്കുന്നു. I did more as a dove. Mine eyes fail with looking upward. O Lord, I am oppressed. Undertake for me. യഹോവേ ഞാൻ ഒരുങ്ങിയിരിക്കുന്നു. നമുക്കൊരുക്കമുണ്ടോ കർത്താവിന്റെ വരവിൽ? ഞാൻ ഒരുങ്ങിയിരിക്കുന്നു പറയുവാൻ. യഹോവേ നീ ഇന്ന് വന്നാലും ഞാൻ ഒരുങ്ങിയിരിക്കും. യഹോവേ ഞാൻ ഒരുങ്ങിയിരിക്കുന്നു. ഓ ഹല്ലേലൂയ എന്ന് പറയുവാൻ നമുക്ക് കഴിയുമോ? ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ അല്ലേ, സ്തോത്രം. ഇതുകൂടെ ഒന്ന് വായിച്ചിട്ട് അവസാനിപ്പിക്കാം. അതായിരിക്കും നല്ല 2 മിനിറ്റ് ഉള്ളത്. ഇതുകൂടെ ഒന്ന് വായിച്ചത്. യെശയ്യാ 59:11 വായിക്കും. യെശയ്യാ 59:11. 59:11. ഞങ്ങളെല്ലാവരും
കരടികളെ പോലെ അലറുന്നു, പ്രാവുകളെ പോലെ ഏറ്റവും പോകുന്നു. ഞങ്ങൾ ന്യായത്തിനായി കാത്തിരിക്കുന്നുവെങ്കിലും ഒട്ടുമില്ല, രക്ഷയ്ക്കായി കാത്തിരിക്കുന്നു, എന്നാൽ അത് ഞങ്ങളോട് അകന്നിരിക്കും. പ്രാവുകളെ പോലെ ഞാൻ കുറുകിക്കൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ. ദൈവമക്കളെ, ഇന്ന് രാത്രി സമയം ഈ പുതിയ വർഷക്കാലം അവൻ്റെ വരവിന് വേണ്ടി സ്തോത്രം. നമ്മൾ വായിച്ച പോലെ അതെ, ഞാൻ ഒരുങ്ങിയിരിക്കുന്നു. അതെ, നമ്മൾ കാത്തിരിക്കുന്നു. നമുക്കതിനു വേണ്ടി നമുക്ക് താഴ്ചേൽപ്പിക്കാം. സ്തോത്രം. ടൈറ്റിൽ പറഞ്ഞ ഓർമ്മയുണ്ടല്ലോ, കളങ്കമില്ലാത്തവരായിരിക്കും. ബി ബ്ലെയിംലെസ്, ബി ബ്ലെയിംലെസ്. ദൈവമായ കർത്താവ് നമ്മൾ ഓരോരുത്തരെയും ഈ അന്ധകാരം ഭൂമിയെയും കൂരിട്ട് ജാതികളെയും മൂടിക്കൊണ്ടിരിക്കുകയാണ്. നിന്റെ മേൽ യഹോവ ഉദിക്കും, അവൻ്റെ തേജസ്സും നിന്റെ മേൽ പ്രത്യക്ഷമാകും. ആ തേജസ് നമ്മുടെ മേൽ പ്രത്യക്ഷമാക്കുവാൻ ഇന്ന് രാത്രികാലം നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. കർത്താവേ, ഇതാ ഞാൻ സമർപ്പിക്കുന്നു, ഹല്ലേലൂയ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ആഗ്രഹിച്ചുകൊണ്ട് സഹോദരൻ നമുക്ക് അവസാനിപ്പിക്കാം. സൂസൻ്റെ യാത്രയെ ദൈവം അനുഗ്രഹിക്കട്ടെ. നിങ്ങൾ രണ്ടുപേരോടെ ചെന്ന് എനിക്കറിയാം, കഴിഞ്ഞ വർഷവും നിങ്ങൾ സുവിശേഷ വേലയിൽ അവിടെ ആ പത്തനംതിട്ട ജില്ലയിൽ പ്രവർത്തിച്ചു, എനിക്ക് ഓർമ്മയുണ്ട്. ദൈവം അനുഗ്രഹിക്കട്ടെ. താങ്ക് യു. ഇനി വരുമ്പോൾ കാണാം. എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു.